വളരെയധികം വേദനയോടെ വിഷമത്തോടും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. വേറൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ബസ്സിൽ വെച്ചിട്ട് ഒരു ലേഡിക്ക് നേരെ ഒരു അതിക്രമണം ഉണ്ടായി എന്ന ഒരു ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നല്ല വ്യൂസ് കയറിയ ഒരു വീഡിയോ ആയിരുന്നു. അപ്പൊ ഞാനും അത് കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് എന്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് പറയാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ വീഡിയോയിലുള്ള ആ ഒരു അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോ ആസ് എ വിമൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. ആദ്യം നമുക്ക് ആ പറയുന്ന വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് വെക്കാം, നിങ്ങൾ അതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾ ആ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാവും കേട്ടോ. അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പൊ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക, അത് വീഡിയോ എടുക്കുക, റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക, ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പൊ ഈ ട്രെൻഡ് നിർത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇത് പറയുന്നത്. വേറൊന്നുമല്ല, ആ പർട്ടിക്കുലർ വീഡിയോയിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ലേഡി വേണമെന്ന് വെച്ചിട്ട് തന്നെ, അതായത് ആ ലേഡി ഫസ്റ്റിലെ നിന്നിരുന്നത് എങ്ങനെയാണ്, പിന്നെ ആ കുറച്ച് കഴിഞ്ഞിട്ട് ആ ലേഡി ഇങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് പറയും, അതില് എവിടെയാണ് വേണമെന്ന് വെച്ചിട്ട് അദ്ദേഹം ആ പെണ്ണിനെ മുട്ടുന്നതായിട്ട് തോന്നുന്നത്? എനിക്കങ്ങനെ തോന്നിയില്ല. ആസ് എ വിമൺ ഞാൻ പറയുന്നത്, എനിക്കങ്ങനെ തോന്നിയില്ല. ഇങ്ങനെ എനിക്ക് തോന്നാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഈ ലേഡി ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് അതിനടിയിൽ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോ, അതായത് ഇന്റൻഷനേ അല്ല പുള്ളിക്കാരൻ അത് ചെയ്തത്, നിങ്ങൾ വേണമെന്ന് വെച്ചിട്ടാണ് മുട്ടാൻ നിന്നത് എന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് കമന്റ് വന്നപ്പോ മുതൽ ഈ ലേഡി എന്ത് ചെയ്തു, ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത്, പുള്ളിക്കാരി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിനു ശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ എക്സ്പ്ലനേഷൻ വീഡിയോയും കൂടി നിങ്ങൾക്ക് ഇവിടെ ഇടാം. അതിലാണെങ്കിൽ പുള്ളിക്കാരി ഭയങ്കര സൈക്കോളജി, ഞാനൊരു സൈക്കോളജി പഠിച്ച ആളല്ല, പുള്ളിക്കാരി പഠിച്ചതാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോക്കെ നമുക്ക് സംസാരിക്കാം. വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ ഇനി ഈ ഒരു വീഡിയോയിൽ ഈ ലേഡി പറഞ്ഞിരിക്കുന്നതാണ്, സമൂഹത്തിന് വേണ്ടി ചെയ്ത നല്ലൊരു പ്രവൃത്തിയായിട്ടാണ് ഈ വീഡിയോയെ പുള്ളിക്കാരി കാണുന്നത്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ സമൂഹത്തില് ഇനി ഇങ്ങനെ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കൊടുത്തിട്ടുള്ളതെന്ന്. ഇത് നിങ്ങൾ പറയും എന്നായിരുന്നു അതിന്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് നിങ്ങൾ സമൂഹത്തിലേക്ക് ആ അദ്ദേഹത്തിന്റെ മുഖം ഉൾപ്പെടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാമായിരുന്നു. പുള്ളിക്കാരി ഈ വീഡിയോയുടെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്, ഈ ലേഡിക്കല്ല, ബസ്സിനകത്തുണ്ടായിരുന്ന മറ്റൊരു ലേഡിക്കാണ് ആദ്യം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നത്. ആ പറയുന്ന ലേഡിക്ക് പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ട് ആ പെൺകുട്ടി എന്താ പറയുന്നേ, ഇങ്ങനെ നെരുങ്ങി നിൽക്കുന്നത് പോലെ തോന്നിയപ്പോ നിങ്ങൾ വിചാരിച്ചോ അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടാണ് നെരുങ്ങി നിന്നതെന്ന്? അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് ആരാ എവിടുന്ന ലൈസൻസ് കിട്ടിയത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അതൊന്ന് പറഞ്ഞു തരാവോ? ഇപ്പോ ഞാൻ ഒരു ബസ്സിൽ കയറുവാണെങ്കിൽ എനിക്ക് എന്റെ ദേഹത്ത് ആരും തട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നിരഞ്ഞു നിൽക്കാറുണ്ട്. കാരണം എന്റെ ദേഹത്ത് തട്ടണ്ട എന്നുള്ള രീതിക്ക്, അതായത് അദ്ദേഹം ഇപ്പുറം നിൽക്കുന്ന വ്യക്തിനെ തട്ടിയിട്ടല്ലായിരിക്കാം, പക്ഷെ ഞാൻ എന്റെ ദേഹത്ത് എനിക്ക് ആരെങ്കിലും തട്ടുമ്പോൾ എനിക്ക് ഒരു ഇറിറ്റേഷൻ വരും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ അകത്ത് നിൽക്കാറുണ്ട്. ചിലപ്പോ അങ്ങനെയാണ് ആ ലേഡി ചെയ്തതെങ്കിലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് തട്ടി. ഇപ്പൊ നമ്മൾ സ്വാഭാവിക മനുഷ്യരാണ്. ഇപ്പൊ നമ്മൾ ഉന്തും ബസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകും. അതിനിടയിലൊന്നും തട്ടിയതായിരിക്കും. അപ്പൊ ആ കുട്ടിക്ക് അതൊരു എന്താ പറയുന്നേ,
എന്തെങ്കിലും ഡിസ്കംഫർട്ട് ആയിട്ട് തോന്നിക്കാണും. അതിനാണോ നിങ്ങൾ ഈ പറയുന്നത് പോലെ അദ്ദേഹം എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ളത്? ഇനി ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് നിങ്ങൾ പറയുന്ന വീഡിയോയിൽ നിങ്ങളാണല്ലോ അങ്ങോട്ട് പോയി മുട്ടുന്നത്. ഇന്ന് എന്നെ മുട്ടിക്കോ എന്ന് പറഞ്ഞ്. ആസ് എ വ്യൂമൺ ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ദേഹത്ത് ആരെങ്കിലും ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒരു തട്ടിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എന്തോ പോലെ തോന്നും. സത്യമായിരുന്നു പറയാം. എന്നെ പോലുള്ള വിമൻസ് ആയിരിക്കും നിങ്ങൾ എല്ലാവരും. ഓക്കെ, ഇനി ഈ ഒരു ലേഡിക്ക് അദ്ദേഹം ഒന്ന് തട്ടിയപ്പോഴും ഒന്നും തോന്നിയില്ല. അദ്ദേഹം എവിടെയാണ് തട്ടിയത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് തട്ടുമ്പോൾ നിങ്ങളൊന്ന് പറ, ലേഡീസിനോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് ഫീൽ ആയിരിക്കും തോന്നുന്നത്? ആ പർട്ടിക്കുലർ വീഡിയോയിൽ ആ ലേഡിയുടെ മുഖം നിങ്ങളൊന്ന് നോക്കിക്കേ. പ്ലസന്റ് ആയിട്ടാണ് നിൽക്കുന്നത്, വളരെ പ്ലസന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? നിങ്ങൾക്ക് എന്ത് ഡിസ്കംഫർട്ടാണ് അവിടെ തോന്നിയത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ വീഡിയോയില് നിങ്ങൾക്ക് ഒരു ഡിസ്കംഫർട്ടും ഉണ്ടായില്ല. ഓക്കെ, നിങ്ങൾ എന്നാ മുട്ടിക്കോ എന്ന് പറഞ്ഞു വന്ന് ഇങ്ങനെ നിന്നു കൊടുക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ചെയ്തത് വളരെ റോങ് ആയിട്ടാണ് മനസ്സിലാവുന്നത്. എനിക്ക് മനസ്സിലാവുന്നു പേഴ്സണലി, എല്ലാവരുടെ കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് പേഴ്സണലി മനസ്സിലായത്, അസൈൻമെന്റ് എനിക്ക് മനസ്സിലായത്, നിങ്ങൾ ഇന്ന് എന്നെ പിടിച്ചോ, എന്നാലല്ലേ എനിക്ക് എന്റെ റീലും കണ്ടന്റും ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എനിക്ക് വൈറൽ ആവണം. ഇപ്പൊ നിങ്ങൾ വൈറലുമായി എയറിലുമായി. ഇനി എന്താണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്താണെങ്കിലും ഇന്റൻഷനലി ആണ് നിങ്ങൾ അത് ചെയ്തത് എന്ന് ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. വെറുതെ എന്തിനാണ് നിങ്ങൾക്ക് പോലും എന്താ പറയുന്നേ, ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി സമൂഹത്തിലേക്ക് അത് ഇട്ടു കൊടുത്തത്? നിങ്ങൾക്ക് കേസ് കൊടുക്കാറുണ്ടല്ലോ. ഓക്കെ, നിങ്ങൾ പ്രതികരിച്ചില്ലല്ലോ. നിങ്ങളും ആസ്വദിച്ച് നിൽക്കുന്നതാണെന്ന് അയാൾ പറഞ്ഞാൽ എന്ത് പറയണം? എന്തായിരിക്കും മറുപടി? അപ്പൊ നിങ്ങൾ എന്ത് മറുപടി ആയിരിക്കും പറയാൻ പോകുന്നത്? ഇന്ന് അച്ഛനും അമ്മയ്ക്കും ഒരു മകൻ ഇല്ലാതാക്കി, സ്വന്തം മകനൊരു അച്ഛനെ ഇല്ലാതാക്കി, വൈഫിനൊരു സ്വന്തം തുണ ഇല്ലാതാക്കി. ഇത്രയൊക്കെ ചെയ്തത് നിങ്ങളുടെ ആ ഒരൊറ്റ വീഡിയോ കൊണ്ടല്ലേ? നിങ്ങൾ എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് നേടിയത്? നിങ്ങൾക്ക് പോലും ഉറപ്പില്ലാത്തൊരു കാര്യം സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന എന്താ പറയുക സൈക്കോളജി ഉണ്ടല്ലോ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ വീഡിയോയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ അദ്ദേഹം നിങ്ങളെ തട്ടി അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് സ്പർശിച്ചു എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഇത്രയും കുറ്റപ്പെടുത്തില്ല. പക്ഷെ നിങ്ങൾ ആ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രതികരിക്കുന്ന വീഡിയോ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? നിങ്ങൾ ആ വീഡിയോ എടുക്കാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു സമയം നിങ്ങൾ പ്രതികരിച്ച വീഡിയോ നിങ്ങൾ എടുത്തിരുന്നെങ്കിലോ, അതും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിലോ നിങ്ങൾക്ക് ഈ പറയുന്ന നെഗറ്റീവ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ അറിയാത്ത കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ഈ പറയുന്ന സൈക്കോളജി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞു വന്നിരിക്കുന്ന സൈക്കോളജി എന്താണെന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യം തെളിയിക്കാൻ പറ്റുമോ? നിങ്ങൾ ഈ പറയുന്ന പർട്ടിക്കുലർ ലേഡി ഉണ്ടല്ലോ, ആ ബസ്സിൽ അവർക്കാണ് ആദ്യം ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്ന ആ ലേഡി ഉണ്ടല്ലോ, ആ ലേഡിയെ കൊണ്ട് നിങ്ങൾക്ക് സമ്മതിപ്പിക്കാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും പറ്റുമോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. അതൊന്നും ഉണ്ടായിട്ടില്ലോ. നിങ്ങൾ എവിടെയെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഒരു കുടുംബത്തിനെ അനാഥമാക്കിയപ്പോ നിങ്ങൾക്ക് സമാധാനമായോ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുന്ന. ഇനി ഇതുപോലെ വീഡിയോ എടുക്കാനിരിക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കണം. വീഡിയോ എടുക്കുക, നിങ്ങൾക്ക് സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് വീഡിയോ എടുക്കാം. അത് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ മിണ്ടാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാം. പക്ഷേ ഉറപ്പില്ലാത്തൊരു കാര്യം കൊണ്ടുവന്നിട്ട് ഒരാളുടെ മുഖം ഉൾപ്പെടെ കൊണ്ടുവന്ന് സമൂഹ മാധ്യമത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഇനി വീഡിയോ എടുക്കുന്നവർക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. വേറൊന്നുമല്ല, കാരണം അത്രമാത്രം ഒരു പാവപ്പെട്ട മനുഷ്യനാണെന്ന് അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകള്, ഇത്ര വർഷം കൂടെ വർക്ക് ചെയ്തിരുന്ന ആളുകള്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന ആളുകള്, അവരെല്ലാരും പറയുന്നു അദ്ദേഹം അങ്ങനെ ഒരു മനുഷ്യനല്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇതുപോലെ ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല. മറ്റുള്ള കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഇടപെടാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഇദ്ദേഹത്തിന്റെ ആത്മഹത്യ വിവരം നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസുകാർ ഈ ലേഡിയോട് വിളിച്ച് പറയുമ്പോൾ, അതായത് അവർക്ക് എന്തോ കോൾ ചെയ്ത് പറയുന്ന സമയത്ത് അതിന്റെ കോൾ എനിക്ക് മീൻസ് കോൾ റെക്കോർഡ് എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്തേനെ. ആ ഇതില് പറയുന്നുണ്ട് എന്തോ ഭയങ്കര ലാഘവത്തോടെ, അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, ഞാൻ വിചാരിച്ചില്ല. എന്ത് വിചാരിച്ചില്ല? ഇത്രയും എന്താ പറയുന്നേ, ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയെ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അയാൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം പോലും അയാൾക്ക് താങ്ങാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ കഴിഞ്ഞില്ല. അതാണോ അത്ര പോലും വിചാരിക്കാൻ പറ്റാത്താണോ നിങ്ങൾ ഈ സൈക്കോളജി പറയുന്നത്? ആണോ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ നിങ്ങൾ ഈ സൈക്കോളജി എന്താണെന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. സ്വന്തം ചെയ്യാത്തൊരു കാര്യത്തിനെ കുറിച്ച്. പിന്നെ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അതിന് നിന്നു കൊടുക്കുന്നു എന്ന് പറയുന്നു.
ആ ലേഡി പറയുന്നുണ്ട് എന്താ, ഞാൻ വീഡിയോ എടുക്കുന്നത് ഇദ്ദേഹം കണ്ടായിരുന്നു, എന്നിട്ടാണ് ഇദ്ദേഹം വീഡിയോക്ക് മുന്നിൽ പോസ്റ്റ് ചെയ്തത്. എന്താ എന്നെ പിടിച്ചോ, എന്നെ കണ്ടോ, എന്നെ നാലാള് കാണട്ടെ, ഞാനൊന്ന് ഫേമസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ അദ്ദേഹം അങ്ങനെ നിന്ന് വന്നത്? നിങ്ങൾ എവിടുത്തെ, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ എന്തീ പറയുന്നത്? നിങ്ങൾ പറയുന്നത് വല്ലതും ഈ പറയുന്ന പോലെ ഉള്ളത് തന്നെയാണ്? അല്ല, സത്യമായിട്ട് ഞാൻ ചോദിക്കുന്നതാ. നിങ്ങൾ എന്തീ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആരെങ്കിലും നമ്മുടെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? ഒബ്വിയസ്ലി അവിടുന്ന് മാറി നിൽക്കും, അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. അതൊന്നും അല്ലല്ലോ അവിടെ നടന്നത്. അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്റ്റോപ്പിലല്ലേ. ഇനി പ്രിയപ്പെട്ടവർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അദ്ദേഹം ഒരു എന്താ പറയുന്നത്, ഏതൊരു കമ്പനിയിലെ സെയിൽസ് സംബന്ധമായ എന്തോ ജോലിക്ക് പോകുന്ന ഒരാളാണ്, ജോലി ചെയ്ത ഒരാളാണ്. അപ്പൊ സെയിൽസിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ കണ്ണൂർ എന്ന് പറയുന്ന അവിടുത്തെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത്. അപ്പോ അങ്ങനെയുള്ള ഒരാള്, പ്രീവിയസ്ലി അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ലാത്ത ഒരാള്, ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ. ഇനി ഇവരുടെ ആരോടെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അങ്ങനെ ഒരു എന്താ പറയുന്നത്, അങ്ങനെ ഒരു ഇതുപോലുള്ള ഒരു കേസും അത് ആർക്കും അറിയില്ല. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് പോലും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് പോലും പറയുന്നില്ല, അവരുടെ കൂടെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്? ഒന്ന് പറഞ്ഞു തരാമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചോദിക്കുന്നത്. എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം സോഷ്യൽ മീഡിയയിൽ ഇടുക. ഓഡിറ്റിന് വിട്ടുകൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, ഓഡിറ്റ് ചെയ്യും, ജനങ്ങൾ ഓഡിറ്റ് ചെയ്യും, അവരത് കണ്ടുപിടിക്കും. എങ്ങനെ പോയാലും അത് കണ്ടുപിടിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പബ്ലിഷ് ചെയ്യുക. അതർവൈസ് നിങ്ങൾ മിണ്ടാതിരിക്കുക. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത്, നിങ്ങൾക്ക് അവരെ ചീത്ത പറയണോ, ചീത്ത പറയാ. ഓക്കെ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീത്ത പറയാം. പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഒരു ഓഡിറ്റിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് വിത്ത് പ്രൂഫ് വെച്ച് നിങ്ങൾ ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾ മിണ്ടാതിരിക്കുക. ഓക്കെ, അല്ലാതെ ഇതുപോലെ എന്താ പറയുന്നത്, റീൽസിന് വേണ്ടിയിട്ടും കണ്ടന്റിന് വേണ്ടിയിട്ടും ഇട്ട് കൊടുക്കാതിരിക്കാം. ഒരു കുടുംബത്തിന് മൊത്തം അനാഥമാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് നേടി? നിങ്ങളിപ്പോ എന്താ നേടിയത്? ഇനിയെങ്കിലും ഇതുപോലുള്ള വീഡിയോസ് റീൽസ് എടുക്കാനുള്ളത്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം വിചാരിച്ചാലും ചിലപ്പോൾ വല്ല റീൽ എടുക്കുന്നതായിരിക്കും. ഇന്നത്തെ കാലത്ത് ഞാനടക്കമുള്ള ആളുകൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസി പോലും മാനിക്കാതെ എന്താ പറയുന്നത്, വീഡിയോ എടുക്കുന്നവരാണ്. ഇപ്പൊ ബസ്സിലെന്നില്ല, റോഡിലെന്നില്ല, എവിടെ വെച്ചും മാളിലെന്നില്ല, അവിടെ വെച്ച് നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ ഒരു വീഡിയോ റീൽസ് ഷൂട്ടിംഗ് ആണെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലോ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു പോലീസ് കേസെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലോ അദ്ദേഹത്തിനെ വിളിച്ച് ഈ പറയുന്ന പോലെ കാര്യങ്ങൾ ബാക്കിയുള്ള ബാക്കൻട്രി നടന്നേനെ. പക്ഷെ അതിനുപോലെ സമയമാണ് നിങ്ങൾ നേരെ റീൽസ് എടുത്ത് അപ്ലോഡ് ചെയ്തു. വിത്തൗട്ട് പ്രൂഫ് നിങ്ങൾ കെട്ടിച്ചമച്ചൊരു പ്രൂഫുമായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ആ പാവ മനുഷ്യന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം അങ്ങനെ ചെയ്തില്ല. പക്ഷെ അദ്ദേഹം, പൊതുസമൂഹം അദ്ദേഹത്തിനെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ച് ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞു. ഇനിയെങ്കിലും ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, വിത്ത് പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രം, നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലത്തെ ഒരു പരിപാടിക്ക് നിൽക്കുക. അല്ലെങ്കിൽ ചെയ്യരുത്. പാവപ്പെട്ട കുടുംബങ്ങൾ അനാഥമായി പോകും. അതുകൊണ്ട് മാത്രം പറയുന്നത് ചെയ്യരുത്. അപ്പോ ആസ് എ വിമൺ എനിക്ക് ആ വീഡിയോ കണ്ടിട്ട്, ഇപ്പോഴും ഞാൻ പറയുന്നത്, എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അദ്ദേഹത്തിന് മനഃപൂർവ്വം അങ്ങോട്ട് ചെന്നിട്ട് അറ്റാക്ക് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബൈ ബൈ, സീ.